ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഒരു അപ്ഡേറ്റിലേക്ക് പോവാം. ഇന്ന് രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് വീട്ടിൽ ഈ ക്യാമറ പ്രസൻസിന് വേണ്ടി അല്ലെങ്കിൽ സ്ക്രീൻ പ്രസൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഡ്രാമ ഇറക്കുന്ന ആൾക്കാരുടെ പേര് പറഞ്ഞ കൂട്ടത്തിൽ പോസിറ്റീവായിട്ട് ശ്രീതുവിൻ്റെ പേര് ഗബ്രി പറഞ്ഞു. ഞാൻ പോസിറ്റീവ് സെൻസിലാണ് പറയുന്നത്. ശ്രീതു വളരെ ബ്യൂട്ടി കോൺഷ്യസ് ആണ്, എപ്പോഴും മേക്കപ്പ് ഇട്ട് നല്ല അട്രാക്റ്റീവ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ നിൽക്കുന്നതായിട്ട് പോസിറ്റീവായിട്ട് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ജാസ്മിൻ്റെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ലൈവിൽ പ്രത്യേകം ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നേ. അതിനുശേഷം പിന്നീട് ശ്രീതുവിൻ്റെ അടുത്ത് പോയിട്ട് ഗബ്രി എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. അതായത് ഞാൻ പോസിറ്റീവ് സെൻസിലാണ് നിൻ്റെ അടുത്ത് പറഞ്ഞത്, കാരണം നിന്നെ കാണാൻ നല്ല രസം ഉണ്ടാവും അങ്ങനെ നീ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കുന്ന സമയത്ത്. അപ്പോൾ അതിനുവേണ്ടി നീ കോൺഷ്യസ് ആണ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. നിന്നെ കാണാനും നല്ല ക്യൂട്ടായിട്ടുണ്ടെന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് ജാസ്മിൻ നിൽക്കുകയാണ്. എടാ ചുമ്മാ പറയുകയാണ്, ഇവൻ ക്യൂട്ടാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് ജാസ്മിൻ എന്ത് ചെയ്യാണ്, ശ്രീതുവിൻ്റെ അടുത്ത് പറയാണ്. എന്നിട്ട് കുറച്ച് അടുത്തേക്ക് മാറ്റി നിർത്തിയതിന് ശേഷം ഗബ്രിയുടെ അടുത്ത് ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ എന്തുകൊണ്ടാണ് എൻ്റെ പേര് പറയാത്തത്? പോസിറ്റീവായിട്ട് നിനക്ക് എന്നെയും പറയായിരുന്നല്ലോ, ഐ ഹേറ്റ് യു എന്ന് നമ്മുടെ ജാസ്മിൻ ആ സമയത്ത് പറയുന്നുണ്ട്. ശ്രീതുവുമായിട്ട് അടുത്ത് ഗബ്രി ഇടപെടുന്നതും സംസാരിക്കുന്നതും ഒന്നും ജാസ്മിന് പൊതുവെ അത്ര ഇഷ്ടമൊന്നുമല്ല. ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് ഇത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. എന്ന് വെച്ചാൽ ജാസ്മിൻ വളരെ പൊസസീവായിട്ടാണ് അവിടെ പെരുമാറുന്നത്. അതൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ എന്ന് സംശയം നമുക്ക് തോന്നിയും പോകും. പ്രത്യേകിച്ച് ഇന്നലത്തെ ജാസ്മിൻ്റെ വെളിപ്പെടുത്തൽ കൂടിയാകുമ്പോൾ പുറത്ത് തനിക്ക് അങ്ങനെ സ്ട്രോങ് അഫെയർ ഒന്നും ഇല്ല എന്നാണ് ജാസ്മിൻ പറയുന്നത്. ജസ്റ്റ് പെണ്ണ് ചോദിച്ച ഒരാൾ വന്നു, വീട്ടുകാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പുറത്തിറങ്ങിയിട്ട് തീരുമാനിക്കാം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാത്രമാണ് നിൽക്കുന്നത്. അതിനർത്ഥം അകത്ത് വേണമെങ്കിൽ പ്രേമിച്ചാൽ കുഴപ്പമൊന്നുമില്ല, വേറൊരാളെ ബെറ്റർ ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തിയാൽ താൻ പ്രണയിക്കുമെന്നുള്ള ഒരു സൂചന കൂടി ഉണ്ടായിരുന്നു ശ്രീതുവിനോട് അത് പറയുമ്പോൾ. ഒരുപക്ഷെ ഗബ്രിയെ ജാസ്മിൻ സിൻസിയറായിട്ടോ അല്ലെങ്കിൽ ഗെയിമിന് വേണ്ടിയോ പ്രണയിക്കുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടതായിട്ടുണ്ട്. എന്ത് കുന്തമാണെങ്കിലും അവരായി അവരുടെ പാടായി.